അങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ആശയത്തെ ആശയം കൊണ്ടാണ് നമ്മൾ നേരിടേണ്ടതെന്ന് ആലോചിക്കണം. അല്ലാതെ ആശയത്തെ ആയുധം കൊണ്ടല്ല നേരിടേണ്ടത്. മാത്രമല്ല, ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സംവിധാനം ചെയ്ത ചെറുപ്പക്കാരൻ ഇടതുപക്ഷ സഹയാത്രികരാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ആ ചെറുപ്പക്കാരനും ഇവർക്കെല്ലാം ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് വളരെ ദുഃഖകരമായ അവസ്ഥയുണ്ടായെന്ന് ആലോചിക്കണം. ദുഃഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടവരെല്ലാം കൈയടിച്ചു. ഈ സിനിമ കണ്ടവരെല്ലാം കൈയടിച്ചു എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകിച്ച് രാഷ്ട്രീയമുണ്ടായിട്ടല്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വേറെ ചിലർ പറയുമ്പോൾ ആ സന്തോഷം. ഉദാഹരണത്തിന് നമ്മൾ സുരേഷ് ഗോപി അഭിനയിച്ച ചില സിനിമകളുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച സിനിമകൾ. ആ സിനിമകൾ ആരെ? ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂടിയാകുമ്പോഴുണ്ട് അത്രയും ഡയലോഗ്, പൊരിപ്പൻ ഡയലോഗല്ലേ. അങ്ങനെ ആ ഡയലോഗുകൾ അവരിലൂടെ, ആ കഥാപാത്രങ്ങളിലൂടെ വരുമ്പോൾ നമ്മൾ കൈയടിക്കുന്നത് എന്താ? നമുക്കോ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നടന്നിട്ടൊന്നുമില്ല. ഇവിടെ ഒരു കളക്ടറും അങ്ങനെ പറയില്ല, ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയില്ല, നമുക്കറിയാം. പക്ഷേ സിനിമയിൽ ആ കഥാപാത്രങ്ങൾ അങ്ങനെ പറയുമ്പോൾ, മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, മറ്റു മന്ത്രിമാർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, രാഷ്ട്രീയക്കാർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, ഇത് സാധാരണ മനുഷ്യൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവിടെ അറിയാതെ കൈയടിച്ചു പോകും.